Hello there, welcome to another video of Learn with Saab. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ മൊഡ്യൂൾ 2 കപ്പിൾ എന്ന് പറയുന്ന പോർഷനാണ്. ഓക്കെ, അപ്പോൾ കപ്പിളിനെ പറ്റിയുള്ളൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പിളിൽ ഇനി വരുന്നത് ഓൾറെഡി നമ്മൾ കപ്പിളിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പിളിൽ ഇനി വരുന്നത് റെസൊല്യൂഷൻ ഓഫ് എ ഗിവൺ ഫോഴ്സ് ഇൻ ടു എ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആൻഡ് എ കപ്പിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. അവിടെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു റെസൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു പോയിന്റ് എ കൺസിഡർ ചെയ്യുന്നു. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഞാൻ അതിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിൽ അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് നമ്മളെ കാണുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി വെച്ചിട്ട് നമുക്ക് എന്താണ് ഈ ലൈൻ ഓഫ് ആക്ഷൻ എവിടെയും നമുക്ക് എന്താണ് ആ ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ആ ഒരു ഇത് ആക്ട് ചെയ്യും അല്ലേ. ഇത് അതായത് എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ആ എ എന്ന് പറയുന്ന പോയിന്റ് ഞാനൊരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റിയെ വെച്ച് നമുക്ക് എന്ത് പറയാം, ആ എഫ് എന്ന് പറയുന്നത് ആ ലൈൻ ഓഫ് ആക്ഷൻ ഏത് പോയിന്റ് വേണമെങ്കിൽ ആക്ട് ചെയ്യാം അല്ലേ എന്ന് പറയുന്നത് ഈക്വലൻ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഒരിക്കലും എന്താണ് ഈ ഒരു ഫോഴ്സിനെ ഈ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്നും എന്താണ് മറ്റ് വ്യത്യാസങ്ങളൊന്നും വരുത്താതെ, അതായത് വേറെ ചേഞ്ച് ഒന്നും വരുത്താതെ ഒരിക്കലും ഇതിൻ്റെ ആക്ഷൻ മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ. അപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലൈൻ ഓഫ് ആക്ഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഈ ലൈൻ ഓഫ് ആക്ഷൻ എവിടെ വേണമെങ്കിലും ആക്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഈ ഫോഴ്സിനെ എനിക്ക് മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റാൻ പറ്റില്ല അല്ലേ. അതായത് അവിടുത്തെ ആക്ഷൻ ഒന്നും ചേഞ്ച് ചെയ്യാതെ മറ്റൊരു ഇത് പോയിന്റിലോട്ട്, അത് എത്രയും ദൂരം ആയിക്കോട്ടെ, ഇപ്പം മറ്റൊരു പോയിന്റിലോട്ട്, ഇപ്പം ഞാൻ ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഡി ഡിസ്റ്റൻസ് മാറി ഞാൻ മറ്റൊരു ലൈൻ വരയ്ക്കുവാണ്. അവിടെ ഞാൻ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തേക്കുവാണ്. ഡി ഡിസ്റ്റൻസ് മാറി ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തേക്കുവാണെങ്കിൽ എനിക്കൊരിക്കലും ഈ പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലൈൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഈ ഫോഴ്സിനെ എനിക്കൊരിക്കലും ഈ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്താണ് പറയുന്നത്, അതായത് നമുക്ക് ഒരിക്കലും എന്താണ് പറയുന്നത് ഒരു ആക്ഷൻ ഈ ഫോഴ്സ് എഫിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ആ ആക്ട് ചെയ്യുന്ന ഇത് മോഡിഫൈ ചെയ്ത് ഒരിക്കലും നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്തിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ വീണ്ടും ഞാൻ ജസ്റ്റ് ഈ പടം ഒന്നും വരയ്ക്കുവാണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുവാണ്. അവിടെ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ട് ഞാൻ നേരത്തെ എടുത്ത പോലെ ഞാൻ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുന്നു. ഡി ഡിസ്റ്റൻസ് മാറിയാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ എന്താണ് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാനെന്താ അല്ലെങ്കിൽ അൺലൈക്ക് പാരൽ ഫോഴ്സ് എന്നൊക്കെ പറയാം അല്ലേ. കപ്പിൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള അൺലൈക്ക് പാരൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പാരൽ ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് സെൻസ് ആയിരിക്കും, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് നമ്മളെന്താണ് ബി എന്ന് പറയുന്നതിനകത്ത് നമ്മളെന്താണ് ഒരു ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് കൊളീനിയർ ഫോഴ്സിനെ ഞാൻ കടത്തി വിടുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ അതായത് എ എന്ന് പറയുന്നത് ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ടാണ് കടന്നു പോകുന്നത്, ബിയിൽ ഇങ്ങോട്ടാണ് കടന്നു പോകുന്നത്. എന്താണ് പാരലൽ ഫോഴ്സസ് ആണ് അല്ലേ, പാരലൽ ലൈൻ ഓഫ് ആക്ഷൻ ആണ് രണ്ടിൻ്റെയും, പക്ഷേ എന്താണ് അൺലൈക്ക് ആണ് അല്ലേ, അതായത് ഓപ്പോസിറ്റ് സെൻസ് ആണ് അല്ലേ, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമാണ്. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മൾ ഓൾറെഡി കപ്പിൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന കേസിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ ഓൾമോസ്റ്റ് പോകുന്നത് എന്താണ് ഇത് ഇങ്ങനെയാണ് അല്ലേ. കപ്പിൾ പഠിച്ച സമയത്ത് ഓൺലൈൻ പടം വരച്ചതാണ്. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റെങ്കിൽ ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ വരുന്നതിൻ്റെ മൊമെൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട്, അതായത് എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ബിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അവിടെ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. നമ്മൾ അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റ് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് പാരലൽ തന്നെയാണ്, ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമുക്കറിയാം അവിടെ എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഈ കേസ് എടുത്ത സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് അവിടെ ഒരു ബി എന്ന് പറയുന്ന ഇതിലൊരു മൊമെന്റ് എഫ് ഇൻറ്റു ഡി നമുക്ക് കിട്ടും. ഓക്കെ,
എഫ് ഇൻറ്റു ഡി നമുക്ക് കിട്ടും. ഓൾറെഡി കപ്പിൾ എടുത്ത സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു മൊമെൻറ്റ് കിട്ടും, ദാറ്റ് ഇസ് എഫ് ഇൻറ്റു ഡി അല്ലേ. പ്രോപ്പർട്ടീസ് ഓഫ് കപ്പിളിൽ സെക്കൻഡ് പോയിന്റ് നമ്മളെന്താണ് മൊമെൻറ്റ് എടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ മൊമെൻറ്റ് സെൻറ്റർ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മൊമെൻറ്റ് സെൻറ്റർ. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. എഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി റെസൊല്യൂഷൻ ഓഫ് എ ഗിവൺ ഫോഴ്സ് ഇൻറ്റു എ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ഗിവൺ പോയിന്റ് ആൻഡ് എ കപ്പിൾ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യമേ ആ ഒരു ഹെഡിങ് ഒക്കെ വായിക്കുമ്പോഴത്തേക്കും എന്താണ് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഇത് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലം ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് റീപ്ലേസ് ദ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ബൈ എ ഫോഴ്സ് ആൻഡ് കപ്പിൾ അറ്റ് ബി ആൻഡ് സി. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ സംഭവം. അതായത് എയിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് 10 കിലോ ന്യൂട്ടനെ എന്താണ് ഒരു ഫോഴ്സ് ആൻഡ് കപ്പിളാക്കി മാറ്റി ബി ആൻഡ് സി, ബിയിലോട്ട് മാറ്റണം സിയിലോട്ട് മാറ്റണം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. റെസൊല്യൂഷൻ ഓഫ് എ ഗിവൺ ഫോഴ്സ് ഇൻറ്റു എ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ഗിവൺ പോയിന്റ് ആൻഡ് എ കപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസ് എടുക്കാം. ഫസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും സിഗ്മ എഫ് എച്ച് എടുക്കുകയാണ്. സിഗ്മ ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അവിടെ ഫോഴ്സുകളൊന്നുമില്ല, അതായത് 0 അല്ലേ. അടുത്ത എന്താണ് വേർട്ടിക്കൽ കൺസിഡർ ചെയ്യാം. വേർട്ടിക്കൽ കൺസിഡർ ചെയ്യുമ്പോൾ സിഗ്മ എഫ് ബി എടുക്കുന്നു. നമ്മൾ നോക്കുമ്പോഴത്തേക്കും സിയിലൊന്നുമില്ല, ബിയിലൊന്നുമില്ല, ആകെയുള്ള എയിലാണ്. അതെന്താണ് ഒരു 10 കിലോ ന്യൂട്ടൺ ഫോഴ്സാണ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ആക്ടിങ് ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് നമുക്കറിയാം എന്താണ് നെഗറ്റീവ് അല്ലേ. ദാറ്റ് ഇസ് -10 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്ത് വേണം നമുക്ക്? ഇനി ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എന്താണ് ബിയിലോട്ടാണ് സ്വിച്ച് ചെയ്യേണ്ടത് അല്ലേ. ബിയിലോട്ടാണ് നമ്മൾ ഈ ഒരു 10 കിലോ ന്യൂട്ടനെ മാറ്റി വെക്കാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിഗ്മ നമുക്ക് മൊമെൻറ്റ് അബൌട്ട് ബി എടുക്കാം അല്ലേ. ബി എന്ന് പറയുന്ന പോയിന്റ് മൊമെൻറ്റ് എടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്ത് വരും? ബി എന്ന് പറയുന്ന പോയിന്റ് മൊമെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും എന്താണ് ഈ പോയിന്റ് സിയിലൊന്നുമില്ല, പിന്നെ വരുന്ന എയിൽ 10 ഉണ്ട് അല്ലേ. 10 ഇൻറ്റു ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 10 ഇൻറ്റു ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 3 ആണ്. ഈ പോയിന്റാണ് അതിനെ കറക്കുന്നത് എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറക്കുന്നത് അല്ലേ. ഇതാണ് പോയിന്റ്, ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറക്കുന്നത്. ദാറ്റ് ഈസ് -10 ഇൻറ്റു 3, ദാറ്റ് ഈസ് -30 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർ നമുക്ക് എന്ത് ചെയ്യാം 30 കിലോ ന്യൂട്ടൺ മീറ്റർ CW, ദാറ്റ് ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്. എല്ലാ മൊമെൻറ്റും പിടിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ് CCW എന്ന് എഴുതാം, അല്ലെങ്കിൽ CW എന്ന് എഴുതാം, ക്ലോക്ക് വൈസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ എം എബോട്ട് ബി എടുക്കുക. അതായത് ഞാൻ എന്ത് ബിയിലോട്ട് നമ്മുടെ ഫസ്റ്റ് കേസ് ബിയിലോട്ട് ഈ 10 കിലോ ന്യൂട്ടൺ ഫോഴ്സിനെ ഞാൻ മാറ്റുക. എ എന്ന് പറയുന്ന പോയിന്റ് അവിടെ തന്നെ ഉണ്ട്, 3 മീറ്റർ മാറിയിട്ടാണ്. അവിടെ നിന്ന് 4 മീറ്റർ മാറിയിട്ട് സി എന്ന് പറയുന്ന പോയിന്റ് വരും അല്ലേ. ഇവിടെ എടുക്കുമ്പോഴത്തേക്കും എന്താണ് സിഗ്മ എഫ് എച്ച് എടുക്കുമ്പോൾ അവിടെ ഓൾമോസ്റ്റ് 0. സിഗ്മ എഫ് എടുക്കുമ്പോഴത്തേക്കും -10 കിലോ ന്യൂട്ടൺ വരും. സിഗ്മ എം ബി എടുക്കുമ്പോഴത്തേക്കും എന്ത് വരും? സിഗ്മ എം എബോട്ട് ബി ഈ കേസ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 0 ആയിട്ട് കിട്ടും അല്ലേ. വി വിൽ ഗെറ്റ് 0 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്ത് ചെയ്യണം? ബിയിൽ അപ്ലൈ ചെയ്യണം എന്ന് മനസ്സിലായി അല്ലേ. അവിടെ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ്, അതാണ് നമുക്ക് നേരത്തെ കിട്ടിയത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു 30 കിലോ ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൊമെൻറ്റ് നമുക്ക് ബിയിൽ അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് സിഗ്മ എം ബി 0 ആവാതെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഫിഗർ കൂടെ വരച്ച് കാണിക്കും. ദാറ്റ് ഇസ് 30 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഓൾറെഡി സിഗ്മ എമൗണ്ട് ബി എയിലുള്ളത് നമുക്ക് മനസ്സിലായി. എന്താണ് ബിയിൽ എന്ത് മൊമെൻറ്റ് വരും? ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വരും. ഓക്കെ, അപ്പം നമ്മൾ ബിയിലോട്ട് മാറ്റുമ്പോൾ എന്ത് വേണം? ആ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻറ്റിന് അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത ആ ഫിഗറിനകത്ത് എഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞ മൊമെൻറ്റ് എടുത്തില്ലേ. എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ബിയിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും എഫ് ഇൻറ്റു ഡി എന്ന് പറയുന്നൊരു മൊമെൻറ്റ് അവിടെ ആക്ട് ചെയ്തു അല്ലേ. ഇവിടെ എയിൽ ആക്ട് ചെയ്തപ്പോൾ നമുക്ക് ബിയിൽ എന്താണ് മൊമെൻറ്റ് എടുത്തപ്പോഴത്തേക്ക് അവിടെ -30 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. അപ്പം ഈ ഒരു ഫോഴ്സിനെ എടുത്ത് ബിയിലോട്ട് വെക്കുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഫോഴ്സുമായി ഇനി എന്താണ് ഒരു കപ്പിളും വേണം അല്ലേ. കപ്പിൾ വേണമെങ്കിൽ എന്താണ് അവിടെ ഈ കിട്ടിയ മൊമെൻറ്റ് കൂടെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി എന്താണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾക്ക് എന്താണ് ഇത് സിയിലോട്ട് മാറ്റണം. സിയിലോട്ട് മാറ്റണമെങ്കിൽ ഈ സ്റ്റെപ്പ് സിമിലർ ആണ്. അതായത് സിഗ്മ എഫ് എച്ച് എടുക്കുമ്പോഴത്തേക്കും 0, സിഗ്മ എഫ് ബി എടുക്കുമ്പോഴത്തേക്കും -10 കിലോ ന്യൂട്ടൺ. സിഗ്മ എം എബൌട്ട് സി എടുക്കണം. തെറ്റിപ്പോയത് എം എബൌട്ട് സി എടുക്കണം. ഇവിടെ
എടുക്കുമ്പോഴത്തേക്ക് ബിയിലൊന്നുമില്ല, എയിൽ 10 കിലോ ന്യൂട്ടൺ. അതെങ്ങനെയാണ് 10 കിലോ ന്യൂട്ടൺ ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത് അല്ലേ, ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. ദാറ്റ് ഇസ് 10 × 4, ദാറ്റ് ഇസ് എന്താണ് 40 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അതിന് നമുക്ക് എന്താണ് ക്ലോക്ക് വൈസ് എന്ന് എഴുതാം അല്ലേ, 40 കിലോ ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് ആണ് അല്ലേ. ഇനി എന്താണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ 10 കിലോ ന്യൂട്ടൺ എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു, സി എന്ന് പറയുന്ന പോയിന്റിൽ വെക്കുന്നു. 4 മീറ്റർ മാറി എ എന്ന് പറയുന്ന പോയിന്റ്, 3 മീറ്റർ മാറി എന്താണ് ബി എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ കോൺസെപ്റ്റ് മനസ്സിലാകുമ്പോൾ എന്താണ്, വീണ്ടും സിഗ്മ എഫ് എച്ചും സിഗ്മ എഫ് ഇ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം സിഗ്മ എഫ് എച്ച് 0, സിഗ്മ എഫ് ബി 0, സിഗ്മ എം അബൌട്ട് സി എടുക്കുമ്പോഴും 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു 40 കിലോ ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സി എന്ന് പറയുന്ന പോയിന്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു 40 കിലോ ന്യൂട്ടൺ മീറ്റർ ഫോഴ്സ് നമ്മൾ സിയിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ തരുന്നത്. റീപ്ലേസ് ദ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ബൈ എ ഫോഴ്സ് ആൻഡ് കപ്പിൾ അറ്റ് ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ നമ്മൾ മൊമെൻറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും, ആ കപ്പിളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വാല്യൂസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഈ ഒരു റെസൊല്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അടുത്ത കോൺസെപ്റ്റ് നമ്മൾ നോക്കുന്നത് റിസൾട്ടൻ്റ് ഓഫ് പാരലൽ ഫോഴ്സ് ആണ്. അപ്പം കപ്പിളിന് ശേഷം പിന്നെ വരുന്ന കുറച്ച് ഇതുപോലത്തെ ടോപ്പിക്കുകളാണ്. ഒന്ന് റിസൾട്ടൻ്റ്, പിന്നെ അതിൻ്റെ സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സ്, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിനകത്ത് റിസൾട്ടൻ്റ് ഓഫ് പാരലൽ ഫോഴ്സ് നമ്മൾ മെയിനായിട്ട് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട കോൺസെപ്റ്റുകളാണ്. അപ്പം ഈ ഒരു പ്ലെയിനകത്ത് ഇപ്പം ഇതുപോലെ ഒരു നമ്പർ ഓഫ് ഫോഴ്സസ് തന്നേക്കുവാണ്, ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് തന്നേക്കുവാന്ന് വെച്ചോ. F1, F2, F3, F4 എന്ന് പറയുന്നുള്ള പാരലൽ ആയിട്ടുള്ള ഫോഴ്സസ് തന്നേക്കുവാണ് അല്ലേ. ഇതിൻ്റെയൊക്കെ അതിനെ ഫാക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ എന്താണ് പാരലൽ ആയിട്ടുള്ള ഫോഴ്സസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം കൂടെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സ് കിട്ടും അല്ലേ. ഇതിൻ്റെയൊക്കെ ഓൾജിബ്രൈക് സം എടുക്കുമ്പോഴത്തേക്കും എന്ന് പറയുന്നത് എന്താണ്, ഇതിനെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സ് കിട്ടും. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റിസൾട്ടൻറ്റ് എന്താണുള്ളത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ സം നമുക്ക് എടുക്കാം. അതിന് നമുക്ക് എന്താണ് ഇതിനെല്ലാം കൂടെ റീപ്ലേസ് ചെയ്ത് ഒറ്റ ഫോഴ്സ് ആക്കാൻ വേണ്ടി നമുക്ക് റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു F1 മുകളിലോട്ടായിട്ട് പോസിറ്റീവാണ്, -F2 പ്ലസ് F3 പ്ലസ് F4. ഓക്കെ, അപ്പോൾ ഇത് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതായിരിക്കും അല്ലേ. R is equal to F1 - F2 പ്ലസ് F3 പ്ലസ് F4 എന്ന് പറഞ്ഞിട്ടൊരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സ് ആണ്. സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സ് എന്താണ് നമുക്ക് നോക്കാം. സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസിനകത്ത് നമ്മൾ നേരത്തെ ആ സെയിം ഫിഗർ ഞാൻ ഒന്നുകൂടെ വരയ്ക്കുവാണ്. R1, R2, R3, R4 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദ ഓൾജിബ്രൈക് സം ഓഫ് ഓൾ ദീസ് പാരലൽ ഫോഴ്സസ് അല്ലേ. അല്ലെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ എന്താ പറയുക, റിസൾട്ടൻ്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ഇസ് ദ സിംഗിൾ ഫോഴ്സ് ബൈ വിച്ച് ദ പാരലൽ ഫോഴ്സ് ക്യാൻ ബി റീപ്ലേസ്. ഇത്രയും പാരലൽ ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ഫോഴ്സിനെ നമ്മൾ റിസൾട്ടൻ്റ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിസൾട്ടൻറ്റിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇത്രയും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇപ്പം R1 ആക്ട് ചെയ്യുന്ന ഈ പോയിന്റിലാണ്, R2 ആക്ട് ചെയ്യുന്ന ഈ പോയിന്റാണ്, R3 ആക്ട് ചെയ്യുന്ന ഈ പോയിന്റാണ്, R4 ആക്ട് ചെയ്യുന്ന ഈ പോയിന്റാണ്. ഓക്കെ, ഓരോ ഫോഴ്സിൻ്റെയും പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കൂടെ റീപ്ലേസ് ചെയ്ത് വരുന്ന ആ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ R1ൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ അല്ല R4 ഉള്ള, അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ സം ആണല്ലോ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് ഇസ് ഓൾജിബ്രൈക് സം ഓഫ് ഓൾ ദീസ് പാരലൽ ഫോഴ്സസ്. അപ്പം അതിൻ്റെ എന്താണ് ആ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു ഇത്രയും ഫോഴ്സിൻ്റെ ഒരു സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം അല്ലേ. ഇത്രയും ഫോഴ്സിൻ്റെ കൂടെ റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് ഈ പ്ലെയിനിൽ ഏതാണ്ട് എവിടെയാണെന്നാണ് ഈ ഒരു പാരലൽ ഫോഴ്സിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ പൊസിഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് നോട്ട് ചെയ്തോണം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ പോയിന്റ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു 10 മീറ്റർ സ്പാൻ ആണെങ്കിൽ എന്താണ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്താണ് 5 മീറ്ററിലായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ 5 മീറ്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആ ഒരു പൊസിഷൻ. ഇപ്പം 10 മീറ്റർ ആണെങ്കിൽ കറക്റ്റ് 5 ആയിരിക്കണം എന്നില്ല. മേ ബി ലൈക്ക് ഇറ്റ് ക്യാൻ ബി ലൈക്ക് 5.1 ഓർ 5.2. അപ്പോൾ അത് ഇത്ര ആയിക്കോട്ടെ. അപ്പോൾ അതെന്ന് പറയുന്നത് ഞാൻ സാമ്പിളാണ് പറഞ്ഞത്, അത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
ദ സം ഓഫ് ദ മൊമെന്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് ഇൻ എ പ്ലെയിൻ. ഓക്കെ, ഈ ഒരു പ്ലെയിൻ ഞാനിപ്പോൾ ഇതൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുവാണ്. ഇവിടെ ഞാൻ ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ഈ ഒയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ മൊമെന്റ് എടുക്കുവാണെങ്കിൽ ഓരോ ഫോഴ്സും എന്താണ്, ഓരോ മൊമെന്റ്സ് ഉണ്ടാക്കും അല്ലേ. ആർ ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, R2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, R3 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, R4 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഇങ്ങനെ ഓരോ ഫോഴ്സസും എന്താണ് അതിൻ്റെ കറസ്പോണ്ടിങ് മൊമെന്റ്സ് ഉണ്ടാക്കും അല്ലേ. ഒ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു, ആ ഒരു പ്ലെയിനിലാണ്, ആ സെയിം പ്ലെയിനിൽ ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുന്നു. അവിടെ ഞാൻ എന്താണ് മൊമെന്റ് എടുക്കുവാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, ദ സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് ഇൻ എ പ്ലെയിൻ എബൌട്ട് എനി പോയിന്റ് ഇൻ ദ പ്ലെയിൻ ഈസ് ഈക്വൽ ടു ദ മൊമെന്റ് ഓഫ് ദ റിസൾട്ടന്റ് എബൌട്ട് ദ സെയിം പോയിന്റ്. അതായത് ഇതിനെല്ലാം കൂടെ റീപ്ലേസ് ചെയ്തിട്ട് ഇതാണ് ഒ എന്ന പോയിന്റ്, ഇതാണ് ഇപ്പം എൻ്റെ ആർ എന്ന് പറയുന്ന ആ റിസൾട്ടൻ്റ് എങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ മൊമെൻറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു ദ ഇതിൻ്റെ ഈ റിസൾട്ടിൻ്റെ മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു ഐഡിയ കിട്ടും. അടുത്ത നമുക്ക് ഒരു KTU പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2016 ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എ റിജിഡ് ബാർ AB, ഒരു ബാറാണ് AB എന്ന് തന്നിട്ടുണ്ട്, ഇസ് ആക്റ്റഡ് അപ്പോൺ ബൈ ഫോഴ്സസ്. അവിടെ 1 2 3 4 ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്. ആസ് ഷോൺ ഇൻ ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു. റെഡ്യൂസ് ദ ഫോഴ്സ് സിസ്റ്റം ഇൻ ടു എ സിംഗിൾ ഫോഴ്സ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് സിംഗിൾ ഫോഴ്സ് ആക്കി മാറ്റണം. അടുത്ത വരുന്നത് എന്താണ്, ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് എ, അതായത് ഫോഴ്സിൻ്റെ മൊമെൻറ്റിൻ്റെ കൂടെ ഉള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സിസ്റ്റം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചോ, നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം അതുപോലെ ഫോഴ്സും വരും, അവിടെ എന്താണ് മൊമെൻറ്റും വരും. അടുത്ത എന്താണ്, ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് D എന്നാണ്. അവിടെ എന്താണ് ഈ ഒരു റിസൾട്ടൻ്റ് കിട്ടിയതിനടുത്ത് ഡിയിലോട്ട് വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റും കൂടെ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ബേസിക് സ്റ്റെപ്പ് നമുക്ക് എഴുതാം. സിഗ്മ എഫ് എച്ച് എടുക്കുന്നു, എന്താണ് 0 ആണ്, ദർ ഇസ് നോ ഹൊറിസോണ്ടൽ ഫോഴ്സ്. സിഗ്മ എഫ് വി എടുക്കുന്നു, സിഗ്മ എഫ് വി എടുക്കുമ്പോഴത്തേക്കും 8 മുകളിലോട്ടാണ്, -6 -8 പ്ലസ് 12 അല്ലേ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് 8 -6 -8 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്കും -6 -8 പ്ലസ് 12 വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാം കൂടെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 8 -6 2 നമുക്ക് എത്ര 6 കിട്ടും അല്ലേ. 6 കിലോമീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് വി കിട്ടി, 6 എന്ന് കിട്ടി. ഇനി എന്താണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ സിഗ്മ എഫ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വി ദ ഹോൾ സ്ക്വയർ അല്ലേ. സിഗ്മ എഫ് എച്ച് 0 ആണ്, പ്ലസ് 6 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് √36, ദാറ്റ് ഇസ് എന്താണ് 6 കിലോമീറ്റർ തന്നെ റിസൾട്ടൻ്റ് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി എന്താണ്, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. റെഡ്യൂസ് ദ ഫോഴ്സ് സിസ്റ്റം ഇൻ ടു എ സിംഗിൾ ഫോഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും ഫോഴ്സ് ഉണ്ടായിരുന്നു, 8 6 8 12, ഇതിനെല്ലാം കൂടെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഓൾജിബ്രൈക് സം എടുത്തപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് റിസൾട്ടൻ്റ് കിട്ടി, ദാറ്റ് ഇസ് 6 കിലോമീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ റിസൾട്ടൻ്റ് എന്ന് പറയുന്ന ഈ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്നും എന്താണ് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ആർ എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമ്മൾ എന്താണ് ഒന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് നമുക്ക് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടേ, നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കാം. മൊമെന്റ് എബൌട്ട് എ എടുക്കുക. ഓക്കെ, സിഗ്മ മൊമെന്റ് എബൌട്ട് എ എടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, R ഇൻറ്റു, അതായത് നമുക്കറിയാം ഫസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും 8 × 0 അല്ലേ. അവിടെ എന്താണ് പ്രത്യേകിച്ചൊന്നും വരത്തില്ല, 8 × 0 ആണ്. അടുത്ത എന്ത് വരും, 6 × 4 എന്താണ് ക്ലോക്ക് വൈസ് ആണ് അല്ലേ. അടുത്ത എന്താണ് പ്ലസ് 8 × 8 അല്ലേ. 8 × എ വരെയുള്ള ഡിസ്റ്റൻസ് 8 × 8 -12 × 11. ഓക്കെ, -12 × മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് 11 അല്ലേ, -12 × 11. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 24 + 64 മൈനസ് നമുക്ക് എത്ര കിട്ടും, -44 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് കിട്ടി. -44 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് വരെ കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എന്താണ് 44 കിലോന്യൂട്ടൺ മീറ്റർ എന്താണ് CCW എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഓക്കെ, 44 കിലോന്യൂട്ടൺ മീറ്റർ CCW എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ഇത് ഞാൻ വരയ്ക്കുവാണ്, എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, CCW ആണ്. അപ്പോൾ എന്താണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം നമ്മുടെ റിയാക്ഷൻ ഓൾറെഡി നമുക്ക് മുകളിലോട്ടാണെന്ന് മനസ്സിലായി, പോസിറ്റീവ് വാല്യൂ കിട്ടിയപ്പോഴത്തേക്കും
അപ്പോൾ ഇതിൻ്റെ ഇത് വരുന്നത് R ആണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് X ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ സിഗ്മ എം എ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഈ ഒരു കണ്ടീഷൻ R ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് അല്ലേ, R ഇൻറ്റു എക്സ് അല്ലേ. സിഗ്മ എം എ എടുക്കുമ്പോഴത്തേക്ക്, അതായത് ഈ ഒരു കണ്ടീഷൻ അല്ല, സിഗ്മ എം എ എടുക്കുമ്പോഴത്തേക്കും എക്ക് എബൌട്ടായിട്ട് മൊമെന്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? R ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. അതായത് 6 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി അല്ലേ. 6 ഇൻറ്റു എക്സ്, സിഗ്മ എം എയുടെ വാല്യൂ നമ്മുടെ ഉണ്ട് അല്ലേ, ഓൾറെഡി നമ്മുടെ ഉണ്ട് -44 ആണ്, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് 44 ഉണ്ട്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ 44/6 നമുക്ക് എക്സിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 7.33 മീറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ മെത്തേഡ് ഓഫ് മൊമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ആ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് റിസൾട്ട് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു. പക്ഷേ എക്സ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൊമെന്റ് അബൌട്ട് എ കണ്ടുപിടിച്ചു, ഉള്ള ഫോഴ്സിൻ്റെ എല്ലാ മൊമെന്റ്സ് കണ്ടുപിടിച്ചു അല്ലേ. നമ്മുടെ ആ ഒരു സെൻറ്റർ ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻറ്റർ ഓഫ് റിസൾട്ട് ഫോഴ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? മൊമെന്റ് ഓഫ് ഓൾ ഗിവൺ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പ്ലെയിൻ എബൌട്ട് എ പോയിന്റ്. നമ്മൾ നേരത്തെ ആ പടമൊക്കെ വരച്ചില്ലേ, അതായത് ഇപ്പം ഈ കോൺസെപ്റ്റ് ഏതാണ്? O എന്ന് പറയുന്ന പോയിന്റിൽ ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം മൊമെന്റ് എടുത്തത് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വലന്റ് ടു എന്താണ്? ആ റിസൾട്ടൻറ്റിൻ്റെ മൊമെന്റിന് ഈക്വൽ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, തൊട്ട് മുമ്പ് പഠിച്ച അതിനകത്ത് കോൺസെപ്റ്റിനകത്തുണ്ട്. ആ ഒരു ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സിഗ്മ എം എ ഇസ് ഈക്വൽ ടു R ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് റിസൾട്ടൻറ്റ് ഓഫ് ഓൾ ഫോഴ്സസ്. അതായത് ഞാൻ അതൊന്നും കൂടെ ഒന്ന് വായിക്കാം, ആ ഒരു കോൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി ഒന്നുകൂടെ വായിക്കാം. The sum of moment of all forces in a plane about any point in the plane is equal to the moment of their resultant about that point. Moment of their resultant about that point. Okay. ആ കോൺസെപ്റ്റാണ് ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും, കാരണം അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ നെഗറ്റീവ് സൈൻ കൊടുത്തില്ലല്ലോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ വരും. ഈ ഒരു ഇതാണ് നമ്മൾ സിഗ്മ എം എ ഇസ് ഈക്വൽ ടു R ഇൻറ്റു എക്സ്, ദാറ്റ് ഇസ് 44 ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു എക്സ്. എക്സിൻ്റെ വാല്യൂ കിട്ടുന്നതാണ് 7.33 മീറ്റർ ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താണ്? ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിലോട്ട് മൂവ് ചെയ്യണം. സെക്കൻഡ് പാർട്ടിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് എ. അതായത് ഈ റിസൾട്ടിനെ എടുത്ത് എയിലോട്ട് വെക്കുമ്പോൾ ഉള്ള എന്താണ് ഫോഴ്സായി ഞാൻ അതിൻ്റെ മൊമെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ്? അടുത്ത കേസ് എടുക്കുമ്പോഴത്തേക്കും എന്താണ്? ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് എ ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി 6 kN ഫോഴ്സ് ആണ്, അപ്വേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത് മനസ്സിലായി. മൊമെന്റ് എടുത്തപ്പോൾ എന്തായാലും നമുക്ക് മൊമെന്റ് എയിൽ എടുത്തപ്പോൾ എന്ത് കിട്ടി? സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 44 kN/m CCW ആയിട്ടാണ് കിട്ടിയത്. അതിനാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ആ ഫിഗർ നിങ്ങൾ വരയ്ക്കുക. എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു 6 kN ഫോഴ്സ് അപ്വേർഡ് ആക്ട് ചെയ്ത് കൊടുക്കുക, ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 44 kN ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എഴുതും. ഓക്കെ, നമ്മൾ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. ഇനി എന്താണ് തേർഡ് പാർട്ട്? അതായത് ഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഡിയിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ഓൾറെഡി നമുക്ക് അറിയാം, ഡി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്താണ് 6 kN അപ്വേർഡ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ മൊമെന്റ് നമ്മുടെ ഇല്ല, മൊമെന്റ് കണ്ടുപിടിക്കണം. മൊമെന്റ് എടുക്കുക സിഗ്മ എം ഡി എന്ന് വിളിക്കണം. ഡി എന്ന് പറയുന്ന പോയിന്റ് മൊമെന്റ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതല്ലേ, 8 × 8 ദാറ്റ് ഇസ് എന്താണ് ക്ലോക്ക് വൈസ് ആണ്. അടുത്ത് എന്താണ് -6 × ഈ 4, പിന്നെ ഇതെടുക്കാൻ മറക്കരുത് 10 × 3 അല്ലേ, -12 × 3 ആണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എല്ലാം സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 4 kN കിട്ടും. ദാറ്റ് ഇസ് എ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന പോയിന്റ് വരയ്ക്കുക, എടുക്കുക, 6 kN ഫോഴ്സ്, റിസൾട്ടൻറ്റ് ഫോഴ്സ് 6 kN മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. അവിടെ നിന്നാണ് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റും ആക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം, ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് ഡി വൈ, ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് എന്താണ് എ വൈ. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച, അതായത് ഞാൻ പറഞ്ഞത് റിസൾട്ടൻറ്റ് ഓഫ് പാരലൽ ഫോഴ്സസ്, സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ്, ഇതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ വരുന്നതാണ് എന്താണ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ആ ഒരു ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം എടുത്ത് എന്താണ് നമ്മൾ ആദ്യം പഠിച്ച റെസൊല്യൂഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് തൊട്ട് പഠിച്ചു വന്നേക്കുന്നതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ വന്നൊരു പ്രോബ്ലമായിരുന്നു ഇത്. KTU 2016 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്, ഇത് തീർച്ചയായിട്ടും പഠിക്കണം. അപ്പോൾ അടുത്തൊരു ചെറിയ ടോപ്പിക്കാണ്, നമ്മൾ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു ടോപ്പിക്ക്, ദാറ്റ് ഇസ് ഇക്വിലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സ്. നമ്മൾ ഓൾറെഡി എന്താണ് സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് കുറച്ച് ടോപ്പിക്സ് അല്ലേ, സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ്, റിസൾട്ടൻറ്റ് ഓഫ് പാരലൽ ഫോഴ്സസ്, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് എന്താണ് റിസൾട്ടൻറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സ് എന്ന് പറയും. ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് ഭാഗം പറയാം. ഇക്വിലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് അല്ലേ, ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാരലൽ ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ പറയുന്നത് എന്താണ്, അവിടെ ആക്ട് ചെയ്യുന്ന സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ എന്താണ് റിസൾട്ടൻറ്റ് ഓഫ് മൊമെൻറ്റ് 0 ആയിരിക്കണം.
റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സും സീറോ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയം പറയുന്നത്. റിസൾട്ടൻറ്റ് ഫോഴ്സും അതുപോലെ എന്താണ് റിസൾട്ടൻറ്റ് മൊമെൻറ്റും. അതിൽ സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ അറിയാം റിസൾട്ടൻറ്റ് ഫോഴ്സ്, അതുപോലെ സിഗ്മ എം എന്ന് പറയുമ്പോൾ അറിയാം റിസൾട്ടൻറ്റ് മൊമെൻറ്റ്. ഇത് രണ്ടും സീറോ ആണെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്താണ് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതായത് മെയിനായിട്ട് വരുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ സിമ്പിൾ ബീം സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് വെർട്ടിക്കൽ ലോഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ആ ഒരു വീഡിയോ, അതായത് ബീം എന്താണ്, അതിനകത്ത് വരുന്ന ടൈപ്പ് ഓഫ് സപ്പോർട്ടുകൾ എന്താണ്, അതായത് സിമ്പിൾ സപ്പോർട്ട്, കാൻഡിലിവർ സപ്പോർട്ട്, ഹിഞ്ച് സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് സപ്പോർട്ടുകളുണ്ട്. അതുപോലെ ലോഡിങ് തന്നെയാണെങ്കിൽ വെർട്ടിക്കൽ ലോഡിങ്, ഹൊറിസോണ്ടൽ ലോഡിങ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ലോഡിങ്സ് ഉണ്ടാവും. എസെൻട്രിക് ലോഡിങ്, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി MOS, അതായത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഈ ഒരു സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ ഹെഡിങ് വരുന്നത് ഒരു സബ്ജക്റ്റ് എന്താണ് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കുക. അതായത് അതിനകത്തൊരു ഇൻഡെപ്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബീമിൻ്റെ ടൈപ്സ്, അതിനകത്ത് വരുന്ന ലോഡിങ് ടൈപ്സ്, സപ്പോർട്ട് ടൈപ്സ് എല്ലാം ഞാൻ എന്താണ് ഇൻഡെപ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പോർഷൻ മാത്രം അതിൽ നിന്ന് പഠിക്കുക. അതിനകത്ത് വരുന്ന ബാക്കിയുള്ള എന്താണ് ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സിനെ പറ്റിയൊക്കെ നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങളുടെ ടോപ്പിക്കല്ല. അപ്പോൾ ആക്ച്വലി നിങ്ങൾ സീരിയസിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ അതിനകത്ത് ഇൻഡെപ്ത് ഞാൻ ഓൾറെഡി ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ടൈപ്പ് ഓഫ് ബീംസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ബീം, എന്താണ് ടൈപ്പ് ഓഫ് ബീംസ് എന്താണ് ലോഡിങ് ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളൊരു ക്ലിയർ ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് എന്താണ് ഈ സിമ്പിൾ സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റ് ടു വെർട്ടിക്കൽ ലോഡിങ്ങിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ടെക്സ്റ്റിലൊക്കെ ആണെങ്കിൽ വളരെ ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻഡെപ്തിൽ, അതായത് അതൊരു സിവിലിൻ്റെ കോർ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനകത്ത് ഇൻഡെപ്തായിട്ട് ഞാൻ പിക്ചർ സഹിതം കൊടുത്ത് എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താണ് ഈ ഒരു സിമ്പിൾ സപ്പോർട്ട് ബീംസിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നമുക്ക് അടുത്ത വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യാം.